മതത്തിൻ്റെ അനുശാസനയാലോ തക്ക പങ്കാളിയെ കണ്ടെത്താൻ കഴിയുമോ എന്ന ഭയത്താലോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനുള്ള മടി കൊണ്ടോ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ കൊണ്ടോ വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കുന്നവർ ദൈവം വെച്ചിട്ടുള്ള രൂപരേഖയ്ക്ക് പുറത്താണ്. ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ദൈവവിശ്വാസികൾക്കെല്ലാം ദൈവത്തിൻ്റെ കരുതലുകളെക്കുറിച്ച് ബോധ്യമുണ്ട് എന്ന് മാത്രമല്ല, അവർ ദൈവത്തോട് തങ്ങളുടെ ആവശ്യങ്ങളെ പ്രാർത്ഥനയിലൂടെ അറിയിക്കുകയും ചെയ്യാറുണ്ട്. എങ്കിലും വിവാഹം പോലെയുള്ള വിഷയങ്ങളിൽ സാധാരണയായി മനുഷ്യർ തങ്ങളുടെ തന്നെ തിരഞ്ഞെടുപ്പുകൾക്കാണ് പ്രാധാന്യം നൽകാറുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വിവാഹബന്ധങ്ങളും കുടുംബങ്ങളും ശിഥിലമാകുന്ന കാഴ്ച ഇന്ന് സമൂഹത്തിൽ സാധാരണമായി കഴിഞ്ഞു. എന്നാൽ നമ്മുടെ സകല വിഷയങ്ങൾക്കും ദൈവം പര്യാപ്തനാകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിഞ്ഞാൽ നമ്മൾ ധന്യരായി. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 9 മുതൽ 25 വരെയുള്ള വാക്യം. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ കാണുന്ന ഒന്നത്രേ കുടുംബം. കുടുംബം എന്നത് മനുഷ്യൻ്റെ ആശയമല്ല, മറിച്ച് ദൈവം സ്ഥാപിച്ചതാണ്. ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങളിൽ മോശ സൃഷ്ടിപ്പിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഏറ്റവും അധികം വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് കുടുംബം എന്ന സ്ഥാപനത്തെക്കുറിച്ചാകുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് കുടുംബത്തിന് മോശ ഇത്രമാത്രം പ്രാധാന്യം നൽകുന്നത്? ഒരു കുടുംബത്തിൻ്റെ കെട്ടുറപ്പിലാണ് വ്യക്തികൾ രൂപപ്പെടുന്നത്. കുടുംബ ബന്ധങ്ങൾ അസ്വസ്ഥമെങ്കിൽ വ്യക്തികൾ അസ്വസ്ഥരായിരിക്കും. തൽഫലമായി അവർ ഉൾപ്പെടുന്ന സമൂഹം അസ്വസ്ഥമായിരിക്കും. വളരെയേറെ സ്വപ്നങ്ങളോടെ ആരംഭിക്കുന്ന പല കുടുംബജീവിതങ്ങളും പൊട്ടിത്തകരുന്നത് എത്ര പെട്ടെന്നാണ്. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട കുടുംബങ്ങൾ നിലനിന്ന് ഫലം കായ്ക്കുമെന്ന് ചരിത്രം സാക്ഷ്യം പറയുന്നു. ആദാം ആദ്യമായി ഹവ്വായെ കണ്ടപ്പോൾ അവൻ അവളിൽ ദർശിച്ചതാണ് ഒരു മാതൃകാ വിവാഹത്തിൻ്റെ ദൈവിക രൂപരേഖയായി ബൈബിൾ പഠിപ്പിക്കുന്നത്. ആദാം പറഞ്ഞു, എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു ഹവ്വ എന്ന്. ആദാമിന് തക്ക ഒരു തുണയെ സൃഷ്ടിച്ചു നൽകിയത് മൂലം മനുഷ്യനായി ജീവിക്കുവാൻ ആവശ്യമായ അടിസ്ഥാന ആവശ്യങ്ങളെ നിറവേറ്റുകയും ദൈവത്തെ പ്രതിബിംബിക്കുവാൻ ദൈവം തൻ്റെ പ്രതിനിധിയെ മനുഷ്യനോട് കൂട്ടിച്ചേർക്കുകയുമായിരുന്നു ചെയ്തത്. ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ച ദൈവോദ്ദേശത്തിലേക്ക് ജീവിത പങ്കാളിയെ കൈകൊടുത്ത് കയറ്റുക എന്ന ഉദ്ദേശമാണ് ഒരു പുരുഷനെയും സ്ത്രീയെയും വിവാഹത്തിലൂടെ ഒന്നാക്കുക വഴി ദൈവം ചെയ്തത്. പുരുഷനെ ശുശ്രൂഷിക്കുവാനല്ല, പുരുഷനോടൊപ്പം ശുശ്രൂഷിക്കുവാനാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത്. സ്ത്രീ ഇല്ലാതെ പുരുഷൻ്റെ അവസ്ഥ നന്നല്ല എന്നാണ് ദൈവം തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് ദൈവം ആദാമിനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി വെച്ചതിന് ശേഷം അവന് ഒരു തക്ക തുണയെ ദൈവം ഒരുക്കി കൊടുത്തത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വരെ നാം ചിന്തിച്ചു. ഇന്ന് 9 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. 9-ാം വാക്യം ഞാൻ വായിക്കട്ടെ. കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തു നിന്ന് മുളപ്പിച്ചു. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ജീവൻ്റെ വൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും അസാധാരണങ്ങളായ വൃക്ഷങ്ങളാണ്. അവയെക്കുറിച്ച് അധികമൊന്നും പറയുവാൻ എന്നെക്കൊണ്ട് കഴിയില്ല. കാരണം ഇന്ന് അവ ഇല്ലല്ലോ. ദൈവം ഓരോ വൃക്ഷവും മുളപ്പിച്ചു. മാത്രമല്ല, വൃക്ഷങ്ങൾ കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായിരുന്നു. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ, അവയുടെ ഭംഗിയും പ്രയോജനവും ഒരുമിച്ച് ചേർത്ത് ഇവിടെ അവതരിപ്പിക്കുന്നു. അവിടെ ഏദനിൽ ചില മനോഹര വൃക്ഷങ്ങളുണ്ടായിരുന്നു.
അവ പ്രയോജനമുള്ളവയുമായിരുന്നു. മനുഷ്യൻ്റെ വീഴ്ച മൂലമുണ്ടായ ശാപത്തിന് ശേഷവും ഈ ഭൂമുഖത്ത് എത്രമാത്രം മനോഹാരിത നാം കാണുന്നു എന്നോർക്കണം. ഇവിടെ മുള്ളും പറക്കാരയും ഉണ്ടെങ്കിലും ഇതുപോലെ മനോഹരമായ സ്ഥലം വേറെ ഏതുണ്ട്? ഞാൻ ഉദ്ദേശിച്ചത് ഭൂമി പോലെ. അങ്ങനെയെങ്കിൽ ഏദൻ തോട്ടം എത്ര മനോഹരമായ സ്ഥലമായിരുന്നിരിക്കണം. ദൈവത്തിൻ്റെ സൃഷ്ടി എത്ര മനോഹരമാണെന്ന് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കും. ഞാൻ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. ഒന്നാമത്തേതിന് പീശോൻ എന്നു പേർ. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്. ആ ദേശത്തിലെ പൊന്ന് മേൽത്തരമാകുന്നു. അവിടെ ഗുൽഗുലുവും ഗോമേതകവുമുണ്ട്. രണ്ടാം നദിക്ക് ഗീഹോൻ എന്നു പേർ. അത് കൂശ് ദേശമൊക്കെയും ചുറ്റുന്നു. മൂന്നാം നദിക്ക് ഹിദ്ദക്കേൽ എന്നു പേർ. അത് അശൂരിന് കിഴക്കോട്ടൊഴുകുന്നു. 4-ാം നദി ഫ്രാത്ത് ആകുന്നു. കൂശ് ദേശം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ആഫ്രിക്കയിലെ എത്യോപ്യയാണെന്ന് ബൈബിളിലെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ദേശം ചുറ്റുന്ന നദിയായി വിവരിച്ചിരിക്കുന്നത് നൈൽ നദിയാണ്. ഹിദ്ദക്കൽ ഇന്നത്തെ ടൈഗ്രീസ് നദിയും ഫ്രാത്ത് ഇന്നത്തെ യൂഫ്രട്ടീസ് നദിയുമാണ്. ഏദൻ എന്നതിന് മൂലഭാഷയിൽ താഴ്വര എന്ന അർത്ഥമാണ് പ്രധാനമായും ഉള്ളത്. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന തോട്ടം ഒരു താഴ്വരയാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ 2 നദികൾ ഇന്നുമുള്ളതിനാൽ ഏദൻ തോട്ടത്തിൻ്റെ ഏകദേശ സ്ഥാനം നമുക്ക് ഊഹിക്കുവാൻ സാധിക്കും. ഹിദ്ദക്കേൽ അഥവാ ഇന്നത്തെ ടൈഗ്രീസ് അർമീനിയയിലെ പർവ്വതങ്ങളിൽ നിന്ന് ആരംഭിച്ച് 1146 മൈലുകൾ മെസൊപ്പൊത്തോമിയൻ താഴ്വരയിലൂടെ ഒഴുകി പേർഷ്യൻ സമുദ്രത്തിൻ്റെ 40 മൈൽ വടക്ക് ഫ്രാത്ത് അഥവാ യൂഫ്രട്ടീസ് നദിയിൽ ചേരുന്നു. യൂഫ്രട്ടീസാണ് പശ്ചിമേഷ്യയിൽ ഉള്ളതിലേക്ക് ഏറ്റവും വലിയ നദി. 1200 മൈൽ നീളമുള്ള ഈ നദിയെക്കുറിച്ച് നാം വീണ്ടും പരാമർശിക്കുന്നതാണ്. ഈ 2 നദികൾ ചേരുന്ന സ്ഥലമാണ് ഫലഭൂയിഷ്ടമായ അർദ്ധ ചന്ദ്രാകാര താഴ്വര എന്നറിയപ്പെട്ടിരുന്നത്. പേർഷ്യൻ സമുദ്രത്തിന് വടക്കാണ് ഈ പ്രദേശം. പുരാതന സംസ്കാരങ്ങളുടെ കേന്ദ്രസ്ഥാനമായി അറിയപ്പെടുന്ന ഈ സ്ഥലം വളരെ ശ്രദ്ധേയമാണ്. 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. മനുഷ്യന് സർവ്വത്തിന്മേലും വാഴുവാൻ അധികാരമുണ്ടായിരുന്നു. അവൻ്റെ ആജ്ഞകളോട് പ്രകൃതി ശക്തികൾ പോലും പ്രതികരിച്ചു എന്നതാണ് വാസ്തവം. 16-17 വാക്യങ്ങൾ, യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. മനുഷ്യൻ മരിക്കണമെന്നതല്ലായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. എന്നാൽ മനുഷ്യനെ ഇവിടെ ഒരു പരീക്ഷണത്തിലൂടെ കടത്തിവിടുകയാണ് ദൈവം. മനുഷ്യന് സ്വന്തമായി തീരുമാനമെടുക്കുവാനുള്ള ശേഷിയുണ്ട്. പദവി എപ്പോഴും ഉത്തരവാദിത്വം സൃഷ്ടിക്കുന്നു എന്നറിയാമല്ലോ. സ്വന്തമായി തീരുമാനമെടുക്കുവാനുള്ള ശേഷി നൽകിയതിന് ശേഷം മനുഷ്യൻ അത് ശരിയായി വിനിയോഗിക്കുന്നുണ്ടോ അത് നിശ്ചയിക്കുവാൻ ഒരു പരീക്ഷണം കൂടെ നടത്തുന്നു. അതായത് ദൈവത്തെ അനുസരിക്കണോ വേണ്ടായോ എന്ന് അവന് തീരുമാനിക്കാം. നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം വിഷമായിരുന്നിരിക്കണം എന്ന് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് ആ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമാണ്. ആ തോട്ടത്തിലെ ഏറ്റവും രുചിയുള്ളതും കാണാൻ ഭംഗിയുള്ളതുമായ ഫലം ഈ പറഞ്ഞ വൃക്ഷത്തിലായിരുന്നിരിക്കാം. എന്നാൽ ദൈവം പറയുകയാണ്, അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. മനുഷ്യനൊരു തൃത്വമാകയാൽ അവൻ 3 വിധത്തിൽ മരിക്കേണ്ടതുണ്ട്. ആദ്യത്തെ അനുസരണക്കേടിന് ശേഷം 900 വർഷങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണ് ആദാം ശാരീരികമായി മരിച്ചത്. എന്നാൽ ദൈവം അരുളി ചെയ്തത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നത്രേ. മരണം എന്നാൽ വേർപാട് എന്നത്രേ. തിന്നരുത് എന്ന് പറഞ്ഞ വൃക്ഷഫലം തിന്ന അതേ സമയം തന്നെ ആദാം ദൈവത്തിൽ നിന്ന് വേർപെട്ടു. ആത്മീയമായി അവൻ മരിച്ചു. അതിൻ്റെ തെളിവുകൾ നമുക്ക് 3-ാം അധ്യായത്തിൽ വ്യക്തമായി കാണാം. മനുഷ്യർ ആത്മീയമായി മരിച്ചു എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് വേർപെട്ടു എന്നുള്ളതിൻ്റെ വിവരണം നാം 3-ാം അധ്യായത്തിൽ കാണുന്നതാണ്.
2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കിക്കൊടുക്കും എന്ന് അരുളി ചെയ്തു. ഒരു സമയത്തേക്ക് മനുഷ്യനെ തനിയെ തോട്ടത്തിലാക്കിയിരുന്നതിന് ദൈവത്തിന് പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. കാരണം മനുഷ്യൻ താൻ അപൂർണനാണെന്നും തന്നോടൊപ്പം ആരെങ്കിലും വേണമെന്നുമുള്ള ബോധം അവനിലുണ്ടാകണം. ദൈവം പറയുകയാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന്. വാസ്തവത്തിൽ മനുഷ്യൻ ഏകനായിരുന്നുവോ? ചിന്തിച്ചാട്ടെ. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് സൃഷ്ടിക്കപ്പെട്ട സകല ജീവജാലങ്ങളും അവന് ചുറ്റുമുണ്ടായിരുന്നില്ലേ? അവനൊരു തുണയായി അത് പോരായിരുന്നു. ഇന്ന് പലർക്കും ഒരു പട്ടിയോ ഒരു പൂച്ചയോ ഒരു പക്ഷിയോ ഒരു മത്സ്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് മതി എന്ന് ചിന്തിക്കുന്നവരാണ്. വൈവാഹിക ജീവിതത്തേക്കാൾ തങ്ങളുടെ പെറ്റ്സുമായി കഴിയുന്നതിൽ പലരും ആനന്ദം കണ്ടെത്തുന്നു. അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യനോട് ദൈവം പറയുന്നത് അവൻ അല്ലെങ്കിൽ അവൾ ഏകരാകുന്നു എന്നാണ്. ഇനി ജീവജാലങ്ങൾ മാത്രമല്ല, ദൈവം തന്നെ ആദാമിനോടൊപ്പം അവിടെ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ദൈവം ഉണ്ടെങ്കിൽ അതുപോലെ കുടുംബം വേണോ എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. അമിത ആത്മീയത പറഞ്ഞ് അവർ പലപ്പോഴും അബദ്ധത്തിൽ ചാടാറുണ്ട്. അവർ സന്യാസ ജീവിതത്തിലേക്ക് പോകുന്നു. അങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ രൂപകൽപ്പന അനുസരിച്ച് ഏകരാണ്. അത് നന്നല്ല എന്നാണ് ദൈവം പറഞ്ഞത്. മതത്തിൻ്റെ അനുശാസനയിലോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താലോ തക്ക പങ്കാളിയെ കണ്ടെത്തുവാൻ കഴിയുമോ എന്നുള്ള ഭയം കൊണ്ടോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനുള്ള മടി കൊണ്ടോ ഇനി സ്വാർത്ഥ ലക്ഷ്യങ്ങൾ കൊണ്ടോ വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കുന്നവർ ദൈവം വെച്ചിട്ടുള്ള രൂപകൽപ്പനയ്ക്ക് വെളിയിലാണ്. അതൊരിക്കലും നന്നല്ല, ഒരു വിധത്തിലും അത് ത്യാഗമല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മനുഷ്യനൊരു തുണയില്ലാതെ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം പറഞ്ഞത് ശ്രദ്ധിക്കണം. മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നതിന് മുൻപാണ് ഇത് സംഭവിച്ചത്. ആരാണ് ഈ തുണ? തുണ എന്നതിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ള പദം എസേർ. ബൈബിളിൽ അത് 21 പ്രാവശ്യം ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 2 പ്രാവശ്യം നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് മനുഷ്യൻ്റെ തുണയായിട്ടാണ് അല്ലെങ്കിൽ ഹവ്വായ്ക്ക് പകരമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ബാക്കി വരുന്ന 19 പ്രാവശ്യവും അത് ദൈവത്തെക്കുറിച്ച് പറയുവാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന തുണ ദൈവത്തിൻ്റെ പ്രതിനിധിയാകുന്നു. ദൈവത്തിൻ്റെ പ്രതിനിധിയായൊരു തുണയെ നൽകുക വഴി ദൈവം മനുഷ്യനെപ്പോലെയുള്ള അവനിൽ നിന്നുമുള്ള ഒരു പങ്കാളിയെ നൽകി. ഇതിലൂടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പ്രഥമ ഉദ്ദേശമായ ദൈവത്തെ പ്രതിബിംബിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അവസരം ഒരുക്കുകയായിരുന്നു. ചുരുക്കത്തിൽ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ വ്യക്തിത്വബോധം, ഐഡൻറ്റിറ്റി, സ്വീകാര്യത, അക്സെപ്റ്റൻസ്, സുരക്ഷിതത്വം, സെക്യൂരിറ്റി, പ്രാമുഖ്യം, സിഗ്നിഫിക്കൻസ് എന്നിവയുടെ ന്യായമായ പൂർത്തീകരണത്തിന് ശക്തമായ സഹായകരമായ അവനെപ്പോലെയുള്ള അവനിൽ നിന്നും എടുത്ത ഒരു തുണ ആവശ്യമാണ്. അതില്ലാത്ത മനുഷ്യൻ ഏകനാണ്. ഈ ശൂന്യതാബോധം കൊണ്ടാണ് ഈ അടിസ്ഥാന ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിനായി മനുഷ്യർ ദൈവഹിതത്തിന് വെളിയിലുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നത്. എന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ ഞാൻ വിവരിക്കേണ്ടതില്ലല്ലോ. 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തുനിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവൻ്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി. ഈ ജീവജാലങ്ങൾക്കെല്ലാം പേരിടുവാൻ തക്കവണ്ണം മനുഷ്യൻ അത്ര സമർത്ഥനായിരുന്നു എന്നോർക്കണം. ഈ സംഭവത്തെ അല്പം ഭാവന കലർത്തി ചിന്തിച്ചാൽ വളരെ രസമായിരിക്കും. ആന വരുന്നു, മനുഷ്യൻ പറയും, ഓ ആന പോലുണ്ടല്ലോ. ഉറുമ്പ് വരുന്നു, ചെറിയ ഉറുമ്പാണല്ലോ. എങ്ങനെയാണ് അവൻ പേരിട്ടതെന്ന് നമുക്കറിയില്ല, പക്ഷേ അവൻ എല്ലാത്തിനും പേരിട്ടു. 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്,
മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടു കിട്ടിയില്ല. പുരുഷനൊരു തുണ അല്ലെങ്കിൽ ഒരു സഹായി എന്നതൊരു പാർട്ട്ണർ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് ഒരു സഖി. സ്ത്രീയെ ഇവിടെ സൃഷ്ടിച്ചത് അങ്ങനെയാണ്, അതായത് അവനോട് പ്രതികരിക്കുകയും അവനെ അംഗീകരിക്കുകയും ചെയ്യുന്ന അവൻ്റെ പ്രതിരൂപം, ഒരു സഹായി, ഒരു പാർട്ട്ണർ, ഒരു പങ്കാളി, മനുഷ്യൻ്റെ മറ്റേ പകുതി, ബെറ്റർ ഹാഫ് എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലോ. പങ്കാളിയെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടില്ലേ? ബെറ്റർ ഹാഫ്. ഒരർത്ഥത്തിൽ മനുഷ്യൻ വിവാഹം കഴിക്കുന്നത് വരെയും പകുതി മനുഷ്യൻ മാത്രമാണ് അവൻ. വിവാഹം കഴിക്കണമെന്നതാണ് പുരുഷനെക്കുറിച്ചും സ്ത്രീയെക്കുറിച്ചും ദൈവത്തിൻ്റെ ഹിതം. പുരുഷനോട് പ്രതികരിക്കുന്നവൾ, പ്രതിവചിക്കുന്നവൾ ആയിരിക്കണം സ്ത്രീ, അതായത് പരസ്പര പൂരകമാവുക എന്ന അർത്ഥമാണ്. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്രകാരമാണ്. ഇനി നമുക്ക് സ്ത്രീയുടെ സൃഷ്ടിയെക്കുറിച്ചൊന്ന് നോക്കാം. 21-22 വാക്യങ്ങൾ. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ആദാമിൻ്റെ ശരീരത്തിൻ്റെ വശത്തു നിന്ന് ആദാമിൻ്റെ വാരിയെല്ലിൽ ഒന്നെടുത്ത് സ്ത്രീയാക്കി എന്നാണ് ബൈബിൾ പറയുന്നത്. ഡോക്ടർ മാത്യു ഹെൻറി എന്ന വേദപണ്ഡിതൻ പറഞ്ഞത് ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, പുരുഷനെ ഭരിക്കാതിരിക്കേണ്ടതിന് ദൈവം സ്ത്രീയെ പുരുഷൻ്റെ തലയിൽ നിന്നല്ല എടുത്തത്, അവളെ പുരുഷനേക്കാൾ കുറഞ്ഞതായി കാണാതിരിക്കേണ്ടതിന് അവൻ്റെ കാലുകളിൽ നിന്നല്ല എടുത്തത്, പിന്നെയോ അവനോട് സമമായിരിക്കുവാൻ അവൻ്റെ വശത്തു നിന്നുമാണ് എടുത്തത്. നല്ല ചിന്തയാണല്ലേ? ഇത് സ്ത്രീകളെ പുരുഷന്മാരെക്കാൾ കുറഞ്ഞവരായി കാണുന്ന ആ അവസ്ഥയുണ്ട്, അത് തെറ്റാണ്. അവർക്കൊരുപക്ഷെ ശാരീരിക പരിമിതികളും ബലഹീനതയും ഉണ്ടെന്നുള്ളത് ശരിയായിരിക്കാം, എന്നാൽ സ്ത്രീ പുരുഷൻ്റെ മറ്റേ പകുതിയായിരിക്കുമെന്നത്ര ഇവിടെ നാം കാണുന്നത്. പൗലോസ് പറഞ്ഞു, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീനെന്ന്. അത് വചനം പറയുമ്പോൾ അർത്ഥമാക്കിയത് ഈ പറഞ്ഞത് തന്നെയാണ്. അവൾ അവനോട് എല്ലാ നിലയിലും പ്രതികരിക്കണമെന്ന്, അതനുസരിച്ച് പ്രവർത്തിക്കണമെന്നത്രേ അതിൻ്റെ അർത്ഥം. പുരുഷൻ്റെ ഒരു പകുതിയാണ് സ്ത്രീ, അതായത് മറ്റേ വശം. അവളെ കൂടാതെ പുരുഷൻ പകുതി മനുഷ്യൻ മാത്രമാണ്. ഹവ സുന്ദരിയായ ഒരു സ്ത്രീ ആയിരുന്നു. പല ചിത്രങ്ങളിലും കാണുന്നത് പോലെ പ്രാചീന കാലത്തെ വികൃതയായ ഒരു സ്ത്രീ ആയിരുന്നില്ല ഹവ. ഏതൊരു സ്ത്രീക്കും നമ്മുടെ വല്യമ്മച്ചിയായ ഹവ്വായിൽ നിന്നുമാണ് അവരുടെ സൗന്ദര്യം ലഭിച്ചത്. അവൾക്കില്ലാതിരുന്ന സൗന്ദര്യം ഒന്നുമില്ലായിരുന്നു. അവൾ ആദാമിൻ്റെ മറ്റേ പകുതിയായിരുന്നു. 23 വാക്യത്തിൽ നാം വായിക്കുന്നത്, അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. പുരുഷനെയും സ്ത്രീയെയും പരാമർശിച്ചിരിക്കുന്ന പേരുകളുടെ സാമ്യം നിങ്ങൾ നോക്കിക്കേ. നരനും നാരിയും, പേരുകൊണ്ട് തന്നെ അവരുടെ ബന്ധം വ്യക്തമാകുന്നുണ്ടല്ലോ. പുരുഷൻ നേതൃത്വം ഏറ്റെടുക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. ദൈവം പുരുഷനെ ആണല്ലോ ആദ്യം സൃഷ്ടിച്ചത്. സ്ത്രീയെ സൃഷ്ടിച്ചത് പുരുഷനെ അനുഗമിക്കുവാൻ തന്നെയാണ്. മുന്നേറ്റം നടത്തുവാനും മുൻപേ പോകുവാനുമുള്ള ഉത്തരവാദിത്വം പുരുഷനാണ്. സ്ത്രീ അതിനോട് പ്രതികരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് ശ്രദ്ധയോടെ മനസ്സിലാക്കണം, തെറ്റിദ്ധരിക്കരുത്. സ്ത്രീ തൻ്റെ ഭർത്താവിനെ സ്നേഹിക്കണമെന്ന് ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ബൈബിൾ അങ്ങനെ പറയുന്നില്ല. ദൈവം പറഞ്ഞത് സ്ത്രീ പുരുഷനോട് എല്ലാവിധത്തിലും ശരിയായ രീതിയിൽ പ്രതികരിക്കണമെന്നത്രേ. ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവിനെ തീർച്ചയായും ഭാര്യ സ്നേഹിക്കും. ഒരുപക്ഷെ അങ്ങനെ അല്ലാത്തവരും ഉണ്ടാവാം, എനിക്കറിയില്ല. ശ്രദ്ധിക്കൂ, നിങ്ങൾ ഭാര്യയോട് ശരിയായ രീതിയിലാണോ ഇടപെടുന്നത്? നിങ്ങൾ നൽകുന്ന നേതൃത്വം ശരിയായതാണോ? പലരും ഭാര്യയെ ഒരു വ്യക്തി എന്നതിന് പകരം ഏതോ ഒരു വസ്തു എന്ന രീതിയിലാണ് കാണുന്നത്. അതാണ് പ്രശ്നം. 24 വാക്യത്തിൽ, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടു പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. വേറെ വിധത്തിൽ പറഞ്ഞാൽ, തൻ്റെ ഭാര്യയോട് ഉത്തരവാദിത്വം ഉള്ളവനെന്ന നിലയ്ക്കൊരു പുരുഷൻ തൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കുന്നു. ബന്ധത്തിൻ്റെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്.
ഒരു കാര്യം കൂടി, ഇങ്ങനെ ഒരു ബന്ധം വന്നതിനാൽ പുരുഷൻ മേലിൽ തൻ്റെ മാതാപിതാക്കന്മാരുടെ നിയന്ത്രണത്തിലല്ല. അവൻ സ്വമേധയാ ഒരു വേർപെടുത്തൽ നടത്തേണ്ടതായിട്ടുണ്ട്. ശാരീരികവും മാനസികവും വൈകാരികവുമായി സ്വയം വേർപെടുത്തി സ്വന്തം തീരുമാനങ്ങളുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്ന നിലയിലേക്ക് പുരുഷൻ ഉയരണം. അത് എല്ലാ ബന്ധങ്ങളിലും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ബന്ധങ്ങളിൽ വെച്ച് ഏറ്റവും ഉന്നതമായ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെ ഉദാഹരിച്ചുകൊണ്ട് ഇവിടെ ഇത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതിനാൽ മറ്റെല്ലാ ബന്ധങ്ങളിലും ഈ വേർപെടൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ മിക്ക ഭവനങ്ങളിലെയും പ്രശ്നത്തിൻ്റെ മൂലകാരണം ഈ വസ്തുത വേണ്ടും വണ്ണം മനസ്സിലാക്കാത്തതല്ലേ? നമ്മുടെ നാട്ടിൽ മാത്രമല്ല, എല്ലായിടത്തും എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഇത് പ്രകൃതി നിയമമാണ്. പലയിടങ്ങളിലും ഭാര്യയുടെ മേൽ ഭർത്താവിനുള്ളതിനേക്കാൾ നിയന്ത്രണം ഭർത്താവിൻ്റെ അപ്പനും അമ്മയ്ക്കുമായിരിക്കും. മകൻ്റെ ഭാര്യയ്ക്ക് മകൻ്റെ മേൽ ഒരു വിധത്തിലും അവകാശമില്ലെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന അമ്മമാർ എത്ര വലിയ ദോഷമാണ് ചെയ്യുന്നതെന്നറിയാമോ? ദൈവത്തിനെതിരായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. മക്കളുടെ മേൽ നിയന്ത്രണം വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. മക്കളെല്ലാം കെട്ടും പൊട്ടിച്ച് പോകണമെന്നും ഞാൻ അർത്ഥമാക്കിയില്ല. നിങ്ങളുടെ ഇടപെടൽ മൂലം പ്രശ്നം മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ മാതാപിതാക്കൾ വിവാഹിതരായ മക്കളുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നത് നിർത്തിവെക്കുക. ചിലരുടെ ചിന്ത തങ്ങളുടെ കയ്യിൽ നിന്നും വീട്ടിലെ നിയന്ത്രണം പോയാൽ എല്ലാം അവതാളത്തിലാകുമെന്നാണ്. നിങ്ങളില്ലെങ്കിലും ഈ ലോകം മുമ്പോട്ട് പോകും സുഹൃത്തേ. മറ്റുള്ളവരെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു നോക്കൂ. മറ്റുള്ളവരെ വളർത്തിയെടുക്കുവാൻ ശ്രമിക്കൂ. ദൈവം നിയമിച്ചിട്ടുള്ളതിനപ്പുറം നാം നിയമം കൊണ്ടുവരാതിരിക്കാൻ ഓർക്കുക. അത് ഒരിക്കലും പ്രായോഗികമല്ല. 25-ാം വാക്യം, മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും. തിരുവചനത്തിൽ കൃത്യമായി പറയുന്നില്ലെങ്കിൽ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് അവർ ഏതോ തേജസ്സിനാൽ ചുറ്റപ്പെട്ടിരുന്നു എന്നത്രേ. ആദാമിന് തക്കതായ ഒരു തുണയെ സൃഷ്ടിച്ച് ദൈവം അവളെ അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നപ്പോൾ ഹവ്വായെക്കുറിച്ചുള്ള ആദാമിൻ്റെ ആദ്യ വിചാരം നമ്മൾ കണ്ടു. എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും. ഇതാണ് വിവാഹത്തിൻ്റെ ഒരു മാതൃകാ രൂപരേഖ. ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ വ്യക്തമായി നാം മനസ്സിലാക്കണം. ഒന്ന്, ദൈവം നൽകിയത് തക്ക തുണയായിരുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവഹിതപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നയാൾക്ക് ലഭിക്കുന്നത് തക്ക തുണയായിരിക്കും. 2, ദൈവമാണ് അവരെ ഒരുമിപ്പിച്ചത്. ഇതൊരു ആത്മീയ ഏകീകരണമാകുന്നു. ദൈവമാണ് ഒരുമിപ്പിച്ചത് എന്നുറപ്പുള്ളവർ ഒരിക്കലും ആ ബന്ധത്തെക്കുറിച്ച് പരാതിപ്പെടില്ല, ആ ബന്ധം തകർക്കുവാൻ ശ്രമിക്കില്ല. 3, ആദാം മനസ്സിലാക്കിയത് ദൈവം തന്ന തുണ തൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു എന്നത്ര. എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരം തന്നെയാണ് തൻ്റെ തുണ എന്ന്. എൻ്റെ പങ്കാളിയുടെ വേദന എൻ്റെ വേദനയായും എൻ്റെ പങ്കാളിയുടെ സന്തോഷങ്ങൾ എൻ്റെ സന്തോഷമായും കാണുവാൻ കഴിയുന്ന അവസ്ഥ. ഇത് ശാരീരിക ബന്ധത്തിനപ്പുറം മനസ്സിൻ്റെ ഐക്യപ്പെടലാണ്. ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം ആസ്വദിക്കുന്നതും ഒരു ശരീരമായതുകൊണ്ടാണ്. എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമല്ലാത്തത് ഞാൻ ആസ്വദിക്കില്ല, ഉപയോഗിക്കുക മാത്രമേ ഉള്ളൂ. കാല് നഷ്ടപ്പെട്ട ഒരാൾക്കൊരു വെപ്പുകാൽ വെച്ചാൽ മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അതുമായി നടക്കുന്നത്. ആവശ്യമില്ലാത്തപ്പോൾ അത് മാറ്റിവെക്കും. ഒരു ശരീരമായി തീരാത്ത ഭാര്യയും ഭർത്താവും അന്യോന്യം ചൂഷണം ചെയ്യുക മാത്രമാണ്, ആസ്വദിക്കുകയല്ല. അവർ ഇരുവരും നഗ്നരായിരുന്നു എന്ന് കാണുന്നു. പാപരഹിതമായ അവസ്ഥയായിരുന്നതിനാൽ അവിടെ ലജ്ജയ്ക്ക് സ്ഥാനമില്ലായിരുന്നു. അവർ പൂർണ്ണമായും നിഷ്കളങ്കരായിരുന്നു. സകല കാര്യത്തിലും സുതാര്യതയുണ്ടായിരുന്നു. സുതാര്യതയില്ലാത്ത കുടുംബ ബന്ധങ്ങൾ ആടിയുലയും. അർത്ഥപൂർണമായ സമൂഹ നിർമ്മിതിക്കു വേണ്ടി ദൈവം നൽകിയ ഏതാനും കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് വിവാഹം. ആധുനിക മനുഷ്യൻ പൊട്ടിച്ചെറിയുവാൻ ശ്രമിക്കുന്ന ബന്ധങ്ങളിൽ ഒന്നായി വിവാഹം മാറിയിരിക്കുന്നു. എന്താണ് മനുഷ്യൻ ചെയ്യാൻ ശ്രമിക്കുന്നത്? അവൻ ദൈവത്തെ ഒന്ന് ഒഴിഞ്ഞു കിട്ടുവാൻ ശ്രമിക്കുകയാണ്. കാരണം വിവാഹം സ്ഥാപിച്ചത് ദൈവമാകുന്നു. സ്ത്രീയുടെ സൃഷ്ടിപ്പ് പരോക്ഷമായ ഒന്നായിരുന്നു. അവൾ പുരുഷൻ്റെ ഒരു ഭാഗമാണ്. കാരണം ദൈവം സ്ത്രീയെ പുരുഷനിൽ നിന്നാണ് എടുത്തത്. പുരുഷന് വേണ്ടി സ്ത്രീയെ സൃഷ്ടിച്ചു എന്നതാണ് ഏറ്റവും മനോഹരമായ വ്യാഖ്യാനം. ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ തികച്ചും അത്ഭുതകരമാണല്ലേ.
മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, ഒരു മനോഹരമായ സ്ഥലത്ത് അവനെ ആക്കി വെക്കുന്നത്, അവൻ്റെ ജോലി, ദൈവം അവന് നൽകുന്ന ഉത്തരവാദിത്തങ്ങൾ, അവന് നൽകുന്ന തുണ, അവനാവശ്യമായി വരുന്നതെല്ലാം ദൈവം അവന് നൽകും. ദൈവം സ്ത്രീയെ സൃഷ്ടിക്കുന്നത്, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഐക്യം ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഇതെല്ലാം സൃഷ്ടിപ്പിൻ്റെ ചരിത്രത്തിൽ അടങ്ങിയിരിക്കുന്നു. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവവചനത്തിൽ കാണുന്ന ഈ അനുഗ്രഹീത അനുഭവങ്ങൾ നമ്മുടെ സ്വന്തമാക്കുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് നാം മുൻപോട്ട് പോകണം. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണാം. കുടുംബം എന്ന മനോഹരമായ ഒരു ദൈവവ്യവസ്ഥയുടെ ആരംഭമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. മനുഷ്യന് ആവശ്യമെന്ന് കണ്ട് ദൈവം വിഭാവനം ചെയ്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട സംവിധാനമാകുന്നു കുടുംബം എന്നത്. വിവാഹം വിലക്കുന്നതും അതുപോലെ ദൈവത്താൽ യോജിക്കപ്പെടുന്ന ഈ ബന്ധത്തെ മനുഷ്യൻ വേർപിരിക്കുന്നതുമെല്ലാം ദൈവിക വ്യവസ്ഥയ്ക്കെതിരെയുള്ള വെല്ലുവിളിയാകുന്നു. ദൈവത്താൽ സ്ഥാപിതമായ ഒന്നും സ്വന്തം താല്പര്യത്തിനും ലാഭത്തിനും വേണ്ടി മറിച്ചു കളവാൻ പാടുള്ളതല്ല. ദൈവഹിതപ്രകാരം ഓരോ ചുവടുകളും വയ്ക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.